കുട്ടികൾക്കും സുഭാഷ് സാറാണ്. നമ്മളിന്ന് +2 സേ ഇംപ്രൂവ്മെൻറ്റ് എക്സാമിന് വേണ്ടിയുള്ളൊരു ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് മെട്രിക്സ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഇപ്പോഴും ഇഷ്ടമൊക്കെ ആണെങ്കിലും പിള്ളേർക്ക് ഇപ്പോഴും തെറ്റിപ്പോകാൻ ഭയങ്കര സാധ്യതയാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യുന്നത് കൃത്യമായിട്ട് പഠിക്കണം. ഈ നമ്പർ കൊണ്ടുള്ള പരിപാടി ആയതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ ഫോർമുലാസുകൾ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇഷ്ടമെന്ന് പറയുന്നത്. പക്ഷേ തെറ്റാൻ അതേപോലെ തന്നെ വളരെ പ്രയാസമേ ഇല്ല, എളുപ്പം തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളതുകൊണ്ട് എഴുതി പഠിക്കണം. ചെയ്യേണ്ടത് എങ്ങനെയാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കി തന്നെ ചെയ്യണം. ഓക്കെ, എന്നെങ്കിൽ മാത്രമേ പറ്റുള്ളൂ. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് എക്സാമിന് ഉറപ്പായിട്ടും വരുന്നൊരു ടൈപ്പ് ക്വസ്റ്റ്യനാണ്. കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ആ ക്വസ്റ്റ്യൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കൺസ്ട്രക്റ്റ്. ആ കൺസ്ട്രക്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓർഡർ തരും. ആ മെട്രിക്സിന് എന്തൊരു ഓർഡർ 2/3. 2/3 എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ മോനെ? 2 റോയും 3 കോളവും. 2 റോയും 3 കോളവും ഉള്ള മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് 2/3. അപ്പോൾ നിങ്ങളൊരു 2 റോയും 3 കോളവും ഉള്ള മെട്രിക്സിനെ നിങ്ങൾ എഴുതണം. മെട്രിക്സിനെ എഴുതുക എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ എലമെൻറ്റുകൾ എഴുതണം, നമ്പേഴ്സുകൾ എഴുതണം. ആ നമ്പറുകൾ ആരൊക്കെയാണെന്നുള്ളത് ഇപ്പോൾ തരാൻ പോവാണ്. ഇപ്പോൾ 2/3 മെട്രിക്സ് ഹൂസ് എലമെൻറ്റ്സ് ആർ Aij ഈസ് ഈക്വൽ ടു 2i മൈനസ് j. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ചിലപ്പോൾ ഇത് 2i + j എന്നാവാം, i + 2j എന്ന് വരാം, അങ്ങനെ പല രീതിയിൽ കൂടെ വരാം. 2i മൈനസ് j എന്നാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരെണ്ണം കൂടെ ചെറുതായിട്ടൊന്ന് ചെയ്ത് കാണിക്കാം. 2 ചെയ്യുമ്പോൾ നമുക്കൊരു നല്ല കോൺഫിഡൻസ് കിട്ടും. കാരണം 1 ചെയ്തു, അത് മനസ്സിലാക്കിയിട്ട് വേറെണ്ണത്തിനെ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതുകൂടെ കിട്ടിയാൽ നമുക്ക് ഏകദേശം ചെയ്യാൻ പറ്റുമെന്നുള്ളത് ഉറപ്പിക്കാം. അപ്പം നോക്കിയാണെങ്കിൽ ചെയ്യാൻ പോവാണ്. നമുക്ക് ആദ്യം ചെയ്യേണ്ടത് 2/3 മെട്രിക്സ് അല്ലയോ? 2/3 മെട്രിക്സ് ആണെങ്കിൽ നമ്മൾ അതിനെ അങ്ങോട്ട് എഴുതാൻ പോവാണേ. ഈ 2/3 എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു 2 റോ 3 കോളം. ഓക്കെ, 2 റോ എന്തായിക്കോട്ടെ. നമ്മൾ തുടങ്ങണം ഇങ്ങനെ മോനെ, A11. ഓക്കെ, A11 എന്നാണ് തുടങ്ങേണ്ടത്. അടുത്തത് A12, അടുത്തത് A13. ഇങ്ങനെ എഴുതുമ്പോൾ നിർത്തേണ്ടത് എങ്ങനെയാണെന്നറിയാൻ ഈ 3യെ നോക്കിയാൽ കണ്ടോ, രണ്ടാമത്തെ നമ്പർ 3 അല്ലയോ? അപ്പോൾ A13യെ കൊണ്ട് വേണം ഫസ്റ്റ് റോ നിർത്താൻ. ഓക്കെ, ഇപ്പോൾ 2/3 ആണെങ്കിൽ A13യെ കൊണ്ട് വേണം ഫസ്റ്റ് റോ നിർത്താൻ. ആണല്ലോ A13. അപ്പോൾ ഇത് 2/4 ആണെങ്കിൽ ഒരാളെ കൂടെ എഴുതി A14യെ കൊണ്ട് നിർത്തണമായിരുന്നു. അപ്പോൾ ഇത് വേണ്ട. നെക്സ്റ്റ് A21, A22, A23 തീർന്നു. അത്ര എഴുതിയാൽ മതി. A23 2/3. ഈ 2ഉം 3യും ഈ സഫിക്സിൽ വരുമ്പോൾ നിർത്തണം. ഓക്കെ, പിന്നീട് അങ്ങോട്ട് എഴുതരുത്. ഈ 2 നമ്പറും ഇവിടെ വരുമ്പോൾ നിർത്തണം എഴുത്ത്. പിന്നെ അടുത്ത റോ എഴുതി. ഇപ്പോൾ നോക്കിക്കേ, 2 റോ ഉണ്ട്, 1 2 3 കോളം ഉണ്ട്. കറക്റ്റ്. therefore ഇനി നമുക്ക് എഴുതാൻ പോവാണ് A11. A11 എന്ന് പറയുമ്പോൾ 2i മൈനസ് j നോക്കിയാണ് 2 × 1 - 1. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഐക്കും 1 ആണ്, ജെയ്ക്കും 1 ആണ്. 2i മൈനസ് j ഐക്കും 1 ആണ് കൊടുക്കേണ്ടത്, ജെയ്ക്ക് വേണ്ട. A11 അവിടുത്തെ ആദ്യത്തെ നമ്പർ ഐയുടേതും രണ്ടാമത്തെ നമ്പർ ജെയുടെ മോനെ. അപ്പോൾ 2 × 1 - 1 എന്ന് പറയുമ്പോൾ 2 × 1 2, 2 - 1 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ ആൻസർ കിട്ടി മോനെ 1 ഉണ്ട് ഇവിടെ. നെക്സ്റ്റ് A12നെ കണ്ടുപിടിക്കണം. A12 എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിൽ 1 ജെയുടെ പ്ലേസിൽ 2. അത്രമേ ഉള്ളൂ. അപ്പോൾ നോക്കിക്കേ, 2 × 1 - 2 ഉണ്ടല്ലോ. 2 × 1 - 2 എന്ന് പറഞ്ഞാൽ ഐക്ക് 1 ആണ്, ജെയ്ക്ക് 2 ആണേ. ദാറ്റ് ഈസ് 2 - 2. ആൻസർ ആരെ കിട്ടി? 0. നെക്സ്റ്റ് A13 വരുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഐയുടെ പ്ലേസിൽ 1, ജെയുടെ പ്ലേസിൽ 3. ദാറ്റ് ഈസ് 2 × 1 - 3. 2 - 3 ആൻസർ ഈസ് -1. 2 - 3 2 - 3 മൈനസ് അല്ലേ വരത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് A21. വാട്ട് ഈസ് A21? A21 എന്ന് പറയുമ്പോൾ ഐക്ക് 2, ജെയ്ക്ക് 1 ആകുമ്പോൾ നോക്കിക്കേ എങ്ങനെയാണെന്ന്. 2 × 2 - 1 4 - 1 ആൻസർ ഈസ് 3. ഓക്കെ, നെക്സ്റ്റ് A22 എന്ന് പറയുമ്പോൾ ഐക്ക് 2, ജെയ്ക്ക് 2 ആകുമ്പോൾ 2 × 2 ഉണ്ട്. 2 × 2 4 - 2 2 ആണ്. നെക്സ്റ്റ് എങ്ങനെയാണെന്ന് നോക്കിക്കേ, ഐക്ക് 2, ജെയ്ക്ക് 3 ആകുമ്പോൾ 2 × 2 ഉണ്ടല്ലോ. 2 × 2 4 - 3 ആൻസർ ഈസ് 1. കഴിഞ്ഞു, മാർക്ക് കിട്ടി. ചിലപ്പോൾ ക്വസ്റ്റൻ ഉണ്ടല്ലോ, ഈ മെട്രിക്സിനെ കിട്ടിയ ശേഷം ഇവനെ വെച്ചുകൊണ്ട് ചിലപ്പോൾ ചെയ്യാൻ വന്നേക്കാം, ചിലപ്പോൾ ഇല്ലായിരിക്കും. അതുകൊണ്ട് നിർത്താം. മറ്റൊരു ക്വസ്റ്റൻ എഴുതാൻ പോവാണ്. ഒരു 2/2 മെട്രിക്സ് ആണേ. 2/2 ഒരു 2/2 മെട്രിക്സ് ആണ് A എന്ന് പറയുന്നത്. അതിൻ്റെ എലമെൻറ്റ്സുകൾ ഇങ്ങനെയാണ്. Aij ഈക്വൽ ടു i + j/2. i + j/2. അപ്പോൾ അങ്ങനെ വരും. നോക്കിക്കേ, ആദ്യം നമ്മളൊരു 2/2 മെട്രിക്സിനെ എഴുതാൻ പോവാണ്. 2/2 ആകുമ്പോൾ 2 റോയും 2 കോളം. അപ്പോൾ തുടങ്ങേണ്ട എന്തിനാണ്? A11,
A12, A21, A22. ഓക്കെ, ഇതാണ് 2x2 മാട്രിക്സ്. 2 റോയും 2 കോളവും. ഓക്കെ, ഇനി ഓരോ എലമെൻറ്റുകളെ അങ്ങോട്ട് എഴുതാൻ പോവാണ്. A11 എന്ന് പറയുമ്പോൾ ഐയുടെ പ്ലേസിലും 1, ജെയുടെ പ്ലേസിലും 1 ആകുമ്പോൾ 1 + 1/2. ആൻസർ ഈസ് 2/2. ആൻസർ ഈസ് 1. ഓക്കെ, അപ്പോൾ A11 കിട്ടി. നെക്സ്റ്റ് A12 എന്ന് പറയുമ്പോൾ ഐക്ക് 1, ജെയ്ക്ക് 2. അപ്പോൾ 1 + 2/2. ആൻസർ ഈസ് 3/2. നെക്സ്റ്റ് A21 എന്ന് പറയുമ്പോൾ ഐക്ക് 2 ആണ്, ജെയ്ക്ക് 1 ആണ് കേട്ടോ. ഇത് ഐയുടെ വാല്യൂ ആണ്, ഇത് ജെയുടെ വാല്യൂ. അപ്പോൾ I + j എന്ന് പറയുമ്പോൾ 2 + 1/2. ദാറ്റ്സ് ഓൾസോ 3/2. നെക്സ്റ്റ് A22 2 + 2/2 4/2. 4/2 എത്ര മോനെ? 2 കഴിഞ്ഞു. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത് നിങ്ങൾ നല്ലപോലെ പഠിച്ചോണം. ഇനി ഇത് തന്നെ പറയണം നിർബന്ധമൊന്നുമില്ല, ഞാൻ പറഞ്ഞു. പക്ഷേ ഇതേപോലെ മാറി വന്നാൽ നിങ്ങൾക്ക് എഴുതാൻ ഉറപ്പായിരിക്കണം, ക്ലിയർ ആയിരിക്കണം. എഴുതാമെന്നുള്ളത് കോൺഫിഡൻസോടുകൂടി ഇത് പഠിക്കണം. ചിലപ്പോൾ ഇനി ഇത് 2/3 മാറി 3/3 ആകാം. 3 റോയും 3 കോളവും ഇതേപോലെ അങ്ങോട്ട് എഴുതണം. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ കൂട്ട് മീൻസ് നിങ്ങൾക്ക് നിങ്ങൾ എഴുതാൻ പോകുന്ന പോലെ തന്നെ എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികളോട്ട് മറക്കാതെ ഷെയർ ചെയ്യാൻ പറ്റുന്നെങ്കിൽ ചെയ്യുക. ഓക്കെ, മാക്സിമം നമ്മൾ ക്ലാസ്സുകൾ ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുക ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ജോയിൻ ചെയ്താൽ ഫുൾ ക്ലാസ്സും നമുക്ക് കോൺഫിഡൻസോട് എഴുതാനും പറ്റും. ഓക്കെ, ഗുഡ് ബൈ.